ഹലോ, നമുക്ക് പലപ്പോഴും ഒരുപാട് ചൈൽഡ് കേസുകൾ കൗൺസിലിങ്ങിന് വേണ്ടി വരാറുണ്ട്. അറ്റൻഷൻ്റെ ഇഷ്യൂ, മെമ്മറിയുടെ ഇഷ്യൂ, അതുപോലെ തന്നെ അക്കാദമിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, സ്വഭാവപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ADHD, ഓട്ടിസം പോലുള്ള ചൈൽഡ് ഡിസോർഡേഴ്സ്, അങ്ങനെ കുറേ കേസുകൾ നമുക്ക് ഡെയിലി വരാറുണ്ട്. പലപ്പോഴും ഈ കേസുകളിൽ നമ്മൾ നോക്കുമ്പോൾ അതിലെവിടേക്കോ ഒരു പരിധിവരെ പാരൻറ്റിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ പാരൻറ്റിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കൊണ്ട് വരാറുണ്ട്. കാരണം പല ടൈപ്പിൽ നമുക്ക് പാരൻറ്റിങ് ഉണ്ട്. പലപ്പോഴും പാരൻറ്റിങ് എന്ന് പറയുമ്പോൾ കുട്ടികളെ ലിബറലായിട്ട് വിടുന്ന പാരൻസ് ഉണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ചില പാരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടി സ്ട്രിക്റ്റ് ആയാൽ മാത്രമേ നന്നാവൂ എന്നുള്ള രീതിയിൽ എപ്പോഴും ഭയങ്കര ഡിമാൻഡിങ് ആയി സ്ട്രിക്റ്റായിട്ട് കുട്ടികളെ കെയർ ചെയ്യുന്ന പാരൻസ് ഉണ്ടായിരിക്കാം. അതല്ലെങ്കിൽ കുട്ടികളുടെ ഇഷ്ടങ്ങളൊക്കെ കുട്ടികളായിട്ട് ഡിസൈഡ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് വിട്ടുമാറി നിന്ന് കുട്ടികളെ വളർത്തുന്ന പാരൻസ് ഉണ്ടായിരിക്കാം. അങ്ങനെ പല ടൈപ്പ് ഓഫ് പാരൻറ്റിങ് ഉണ്ടായിരിക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി ജനിച്ച് വീഴുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലാങ്ക് സ്ലേറ്റിലേക്ക് പോയി നോക്കിയതുപോലെ അല്ലെങ്കിൽ ഒരു ബ്ലാങ്ക് പേപ്പറിലേക്ക് നോക്കിയതുപോലെയാണ് ശരിക്കും ഒരു കുട്ടി എന്ന് പറയുന്നത്. പാരൻറ്റിങ് അല്ലെങ്കിൽ അവരുടെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സൊക്കെയാണ് പലപ്പോഴും ഒരു കുട്ടീനെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതാണ് യഥാർത്ഥ പാരൻറ്റിങ്, നമ്മുടെ പാരൻറ്റിങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ അറിയാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവും അല്ലേ? അങ്ങനെ പാരൻറ്റിങ്ങിനെ പറ്റി കൂടുതൽ അറിയാൻ നമുക്ക് ഒരുപാട് സൈക്കോളജിസ്റ്റുകളുടെ സപ്പോർട്ടുള്ള ഒരു അടിപൊളി സൊല്യൂഷനാണ് www.mymindmitra.com. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി നമ്പറും താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പാരൻറ്റിങ്ങിലുള്ള ഡൗട്ടുകളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻറ്റിങ്ങിനെ നിങ്ങൾക്ക് നന്നായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എക്സ്പേർട്ട് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റിനെ കണക്ട് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.